ഹൃദയത്തിന് ചെറിയൊരു ബലക്കുറവുണ്ട്. ഇനിയൊരു സ്ട്രെസ് പുള്ളിക്ക് താങ്ങാൻ പറ്റില്ല. പൂർണ്ണമായ വിശ്രമം വേണം. മനസ്സിന് വിഷമമുണ്ടാക്കുന്നതൊന്നും പറയാനും പാടില്ല. സിദ്ധാർത്ഥ് ശ്വേതയെ ഒന്ന് നോക്കി. അവളൊരു വിജയഭാവത്തിൽ അവനെ നോക്കി കണ്ണു ചിമ്മി. ആ നോട്ടത്തിൽ ഒരു വലിയ ഭീഷണി തന്നെ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ അവളുടെ കഴുത്തിൽ താലി കെട്ടുക, അല്ലെങ്കിൽ അച്ഛൻ്റെ മരണം കാണുക. ലക്ഷ്മിയമ്മ സിദ്ധാർത്ഥിനെ കൈ പിടിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടി. മോനെ, അച്ഛനെ നമുക്ക് വേണം. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അവർ നിസ്സഹായനായി നിന്നു. മനസ്സിനുള്ളിൽ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. പക്ഷെ കൺമുന്നിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അച്ഛനും ആശുപത്രി വരാന്തയിൽ വിശ്വനാഥൻ്റെയും കുടുംബത്തിൻ്റെയും അഹങ്കാരത്തിന് മുന്നിൽ സിദ്ധാർത്ഥ് പകച്ചു നിൽക്കുമ്പോഴാണ് ബൂട്ടുകളുടെ ശബ്ദം ആ ഇടനാഴിയിൽ മുഴങ്ങിക്കേട്ടത്. ഗൗരവമേറിയ മുഖഭാവത്തോടെ തൻ്റെ ഔദ്യോഗിക യൂണിഫോമിൽ ഒരാൾ അങ്ങോട്ട് നടന്നു വരുന്നു. അവനെ കണ്ടതും ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ ഒരു പ്രതീക്ഷയുടെ മിന്നലാട്ടമുണ്ടായി. അവർ ഓടിച്ചെന്ന് അവൻ്റെ കൈകൾ പിടിച്ചു വിങ്ങിപ്പൊട്ടി. മോനെ രുദ്ര, നിന്റെ അച്ഛൻ. ലക്ഷ്മിയമ്മ നടന്ന സംഭവങ്ങളെല്ലാം വിക്കി കരഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു. അച്ഛൻ്റെ വീഴ്ചയും വിശ്വനാഥൻ്റെ ഭീഷണിയും ശ്വേതയുടെ ചതിയും കേട്ടപ്പോൾ രുദ്രൻ്റെ താടിയിലുകൾ ദോഷം കൊണ്ട് മുറുകി. അവൻ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. ആ നോട്ടിൽ കുറ്റപ്പെടുത്തലല്ല, മറിച്ച് താങ്ങായി നിൽക്കുമെന്ന് ഉറപ്പായിരുന്നു ഉണ്ടായിരുന്നത്. സാരമില്ല അമ്മേ, പേടിക്കേണ്ട. നമ്മളെ മനഃപൂർവ്വം ചതിക്കാൻ നോക്കിയവർക്ക് ഇതിന് പകരം വീട്ടുക തന്നെ ചെയ്യും ഞാൻ. അവൻ്റെ വാക്കുകളിൽ ഒരു അഗ്നി അപ്പോഴും പടരുന്നുണ്ടായിരുന്നു. രുദ്രൻ നേരെ ICUവിന് മുന്നിൽ നിൽക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു. തൻ്റെ ഐഡൻറ്റിറ്റി കാണിച്ച് അച്ഛനെ ഒന്ന് കാണാനുള്ള അനുവാദം അവൻ അവരോടായി ചോദിച്ചു. ഡോക്ടർ, എനിക്കൊന്ന് അച്ഛനെ കാണണം പ്ലീസ്. രുദ്രൻ്റെ യൂണിഫോം അവൻ്റെ മുഖത്തെ നിശ്ചയദാർഢ്യവും കണ്ടപ്പോൾ ഡോക്ടർ അതിന് വിസമ്മതിച്ചില്ല. ശരി, പക്ഷേ ഒരു വാണിംഗ് തരാം. പുള്ളിക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത്. പതുക്കെ സംസാരിക്കണം. ഡോക്ടർ അനുവാദം നൽകി. രുദ്രൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ദൂരെ മാറി നിൽക്കുന്ന വിശ്വനാഥനെ ഒന്ന് രൂക്ഷമായി നോക്കി. യൂണിഫോമിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ വിശ്വനാഥൻ തന്നെ ഒന്ന് പകച്ചുപോയി. അയാൾ ജയശ്രീയുടെ അരികിലേക്ക് നീങ്ങി നിന്ന് പതുക്കെ ചോദിച്ചു, ഇവനാണോ മാഷിൻ്റെ രണ്ടാമത്തെ മകൻ? വിശ്വനാഥൻ്റെ ഉള്ളിൽ ഒരു ആദി പടർന്നു. വെറുമൊരു മാഷിൻ്റെ മക്കളല്ലേ എന്ന് കരുതിയാണ് ഇത്രയും തുള്ളിയത് തന്നെ. പക്ഷേ മകൻ ഒരു പോലീസ് ഓഫീസറാണെന്ന സത്യം അയാളെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയതും. ആ 50 ഏക്കറിൻ്റെ ആധാരം വെച്ചുള്ള കളി അത്ര എളുപ്പമാകില്ലെന്നും അയാളുടെ മനസ്സ് ആ സമയം തന്നെ മന്ത്രിച്ചു പോയി. ശ്വേതയുടെ മുഖത്തെ വിജയച്ചിരി അല്പം മാഞ്ഞുപോയി. രുദ്രൻ്റെ കണ്ണുകളിലെ കടുപ്പം അവൾക്ക് അത്ര പന്തിയില്ലെന്ന് തോന്നി. ICUവിനുള്ളിൽ അച്ഛൻ്റെ അരികിൽ നിൽക്കുമ്പോൾ രുദ്രൻ്റെ മനസ്സ് മന്ത്രിച്ചു. എൻ്റെ അച്ഛൻ്റെ കണ്ണീര് കാരണക്കാരായവർ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അവൻ പുറത്തേക്കിറങ്ങി വന്നപ്പോൾ സിദ്ധാർത്ഥ് അവൻ്റെ അരികിലെത്തി. രുദ്ര, അച്ഛൻ. ഏട്ടനൊന്നും പേടിക്കേണ്ട. രുദ്രൻ സിദ്ധാർത്ഥിൻ്റെ തോളിൽ കൈവച്ചു. ഈ വിവാഹം നടക്കില്ല. ആ ആധാരം അവർ എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ ഞാൻ തിരിച്ചെടുപ്പിക്കുകയും ചെയ്യും. വിശ്വനാഥൻ പണിക്കർ കളി തുടങ്ങിയത് ആരോടാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ നായക്ക്. ശങ്കരൻ മാഷിൻ്റെ രണ്ടാമത്തെ മകൻ രുദ്രൻ വെറുമൊരു പോലീസുകാരനല്ല, മറിച്ച് തലയെടുപ്പുള്ള ഒരു IPS ഓഫീസറാണ് എന്ന സത്യം വിശ്വനാഥന് ശരിക്കും തളർത്തിക്കളഞ്ഞു. ആശുപത്രി വരാന്തയിൽ വെച്ച് തന്നെ രുദ്രൻ തൻ്റെ ജോലി തുടങ്ങി. അവനൊരു ഫോണെടുത്ത് വിശ്വസ്തനായ തൻ്റെ ഉദ്യോഗസ്ഥനെ വിളിച്ചു. ഹലോ, എനിക്ക് വിശ്വനാഥൻ പണിക്കരുടെ കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ ബിസിനസ് ഡീറ്റെയിൽസും വേണം. ആ 50 ഏക്കർ ഭൂമി അയാൾ എങ്ങനെയാണ് എൻ്റെ അച്ഛനിൽ നിന്നും കൈവശപ്പെടുത്തിയതെന്നതിനെക്കുറിച്ചും കൃത്യമായ റിപ്പോർട്ട് തന്നെ വേണം. ഉടനെ തന്നെ എനിക്കത് കിട്ടുകയും വേണം. രുദ്രൻ്റെ ശബ്ദത്തിലെ ആജ്ഞശക്തി അവിടെ നിന്നവർക്കെല്ലാം ഒരു താക്കീതായിരുന്നു. ഫോൺ വെച്ച ശേഷം അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ വെപ്രാളം. അച്ഛൻ്റെ അവസ്ഥയും കണ്ട് തളർന്നു പോയ ലക്ഷ്മി അമ്മ രുദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞുപോയി. ആ നെഞ്ചിലെ ചൂടിൽ ഒരു സുരക്ഷിത ബോധത്തോടെ അവർ അവിടെയിരുന്ന് ഉറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് അരികിലെത്തിയപ്പോൾ രുദ്രൻ മെല്ലെ പറഞ്ഞു, ഏട്ടനിപ്പോൾ കോളേജിലേക്ക് പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. സിദ്ധാർത്ഥ് ഒന്ന് മടിച്ചെങ്കിലും അനിയൻ്റെ കണ്ണുകളിലെ ആത്മവിശ്വാസം കണ്ടപ്പോൾ അതിന് സമ്മതിച്ചു. പോകുന്നതിന് മുമ്പ് അവൻ വിശ്വനാഥനെ ഒന്ന് പാളി നോക്കി. ആ നോട്ടത്തിൽ ഒരു പുച്ഛമായിരുന്നു അവന് കിട്ടിയത്. ഇതിനിടയിൽ ശ്വേതയുടെ ഭാവം മാറുകയായിരുന്നു. രുദ്രൻ്റെ ആ എടുപ്പും ഗൗരവം ആ യൂണിഫോമിലെ അഴകും കണ്ടപ്പോൾ അവളിൽ ആരാധനയും ഒപ്പം ഒരു തരം ഇഷ്ടവും തോന്നി തുടങ്ങി. സിദ്ധാർത്ഥിനേക്കാൾ 10 മടങ്ങ് ഗാംഭീര്യമുള്ള രുദ്രനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ പുതിയ ചിന്തകൾ മുളപൊട്ടി. സിദ്ധാർത്ഥിനെ സ്നേഹിക്കാൻ നടന്ന ആ നിമിഷം എനിക്ക് രുദ്രനെ സ്നേഹിച്ചാൽ മതിയായിരുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു.
അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ. അപ്പോൾ അച്ഛന് സമയമില്ലായിരുന്നു. ഇപ്പോൾ നോക്കിയേ എന്തൊക്കെയാ നടക്കുന്നത്. അവൾ തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് നീങ്ങി നിന്ന് പതുക്കെ പറഞ്ഞു, അച്ഛാ നോക്കി, രുദ്രൻ അഭ്യാസ് ആണെന്ന് നമ്മൾ അറിഞ്ഞതേയില്ല. ഇവനെ ഒന്ന് നേരത്തെ കയ്യിലെടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ. വിശ്വനാഥൻ മകളെ ഒന്ന് രൂക്ഷമായി നോക്കി. അയാളുടെ മനസ്സിലിപ്പോൾ പ്രണയമല്ല, മറിച്ച് തൻ്റെ സാമ്രാജ്യം തകരുമോ എന്ന പേടിയാണ്. താൻ കെട്ടിപ്പടുക്കിയതെല്ലാം പൊളിഞ്ഞു വീഴുമോ എന്ന ആദിയാണ് അയാളുടെ ഉള്ളിൽ. രുദ്രൻ തൻ്റെ അമ്മയെ മെല്ലെ എഴുന്നേൽപ്പിച്ചു. അമ്മേ, എഴുന്നേൽക്ക്, നമുക്ക് വീട്ടിൽ പോകാം. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മ. അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അച്ഛനെ നോക്കാനായിട്ട് കുറച്ച് ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ വരും. വേണ്ടട മോനെ, അച്ഛനെ ഒറ്റക്കാക്കി ഞാൻ എങ്ങോട്ടുമില്ല, ലക്ഷ്മിയമ്മ സങ്കടത്തോടെ പറഞ്ഞു. അമ്മ പേടിക്കണ്ട, ഞാൻ കൂടെയില്ലേ. രുദ്രൻ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശ്വനാഥന് നേരെ തിരിഞ്ഞു. വിശ്വനാഥൻ സാറേ, എൻ്റെ അച്ഛൻ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ 50 ഏക്കർ പേപ്പറുകൾ കാരണമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ആ പേപ്പറുകൾ വെച്ച് നിങ്ങൾ ഇങ്ങോട്ട് കളിക്കാൻ വന്നാൽ നിങ്ങൾക്കുള്ള കളി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. മനസ്സിലായോ നിനക്ക്? രുദ്രൻ്റെ വാക്കുകൾ കേട്ട് വിശ്വനാഥനൊന്ന് വിറച്ചു. ശ്വേതയാകട്ടെ രുദ്രൻ്റെ ആ ഗൗരവം കണ്ട് അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെയും ചതിയിൽ വീഴുന്നവനല്ല രുദ്രൻ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. രുദ്രൻ്റെ നിർദ്ദേശത്തിന് മുന്നിൽ ഒടുവിൽ സിദ്ധാർത്ഥ തലകുനിച്ചു. ആ വാക്കുകളെ അവഗണിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. ആത്മസംഘർഷത്തിനൊടുവിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൻ ആ വിവാഹത്തിന് സമ്മതം മൂളി. എന്നാൽ ആ തീരുമാനത്തിനിടയിലും അവൻ്റെ മനം നിറയെ തൻ്റെ പ്രിയപ്പെട്ട തുളസിക്കതിർ മാത്രമായിരുന്നു. ഒരു നീറ്റിലായി അവൾ അവനുള്ളിൽ അപ്പോഴും പടർന്നു കൊണ്ടേയിരുന്നു. വിശ്വനാഥൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് അശാന്തമായ ഒരു നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് വിശ്വനാഥൻ തൻ്റെ വിറക്കുന്ന വിരലുകൾ കോർത്തു പിടിച്ചു. എപ്പോഴും ഗൗരവക്കാരനായ രുദ്രൻ ഉമ്മറത്തേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊന്ന് കാളിപ്പോയി. വിശ്വേട്ട, രുദ്രൻ്റെ ശബ്ദത്തിൽ അസാധാരണമായൊരു തെളിച്ചമുണ്ടായിരുന്നു. എന്താ രുദ്ര ഈ വഴിയൊക്കെ? അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? വിശ്വനാഥൻ ആശങ്കയോടെ ചോദിച്ചു. ഇല്ല വിശ്വേട്ട, ഏട്ടൻ സമ്മതിച്ചു. നിശ്ചയത്തിന് അവൻ തയ്യാറാണ്. ആ വാക്കുകൾ വിശ്വനാഥൻ ഒരു ഞെട്ടലുണ്ടാക്കി. അദ്ദേഹമല്ലേ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താണ് ഈ പറയുന്നത്? അവൻ സമ്മതിച്ചെന്നോ? ആരോടും ഒന്നിനും വഴങ്ങാത്തവൻ എങ്ങനെ? വിശ്വനാഥൻ ആ വാക്കുകൾ മുറിഞ്ഞു. ഇത് വിശ്വസിക്കണോ അതോ രുദ്രൻ തന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണോ എന്ന് അദ്ദേഹം സംശയിച്ചു പോയി. അതേസമയം അകത്തെ മുറിയുടെ വാതിൽക്കൽ നിന്നിരുന്ന ശ്വേത ഈ സംഭാഷണമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഒരു വസന്തം വിരിഞ്ഞതുപോലെ സന്തോഷം വന്നു. തൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു എന്ന തിരിച്ചറിയിൽ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഹൃദയമിടിപ്പിന് താളം മുറുകുന്നതവൾ അറിഞ്ഞു. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം സഫലമാകുന്നതിൻ്റെ ആവേശം അവളുടെ ഓരോ കോശങ്ങളിലും പടർന്നുപോയി. രുദ്ര, നീ എന്നെ പറ്റിക്കുകയല്ലല്ലോ? വിശ്വനാഥൻ്റെ ശബ്ദം ഇപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. അല്ല വിശ്വേട്ട, അവൻ ഉറച്ചു തന്നെയാണിത് പറഞ്ഞത്. രുദ്രൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ മറുപടി കേട്ടപ്പോൾ ശ്വേതയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഒഴിഞ്ഞു. അവൾ മെല്ലെ മുറിക്കുള്ളിലേക്ക് നടന്നു. തൻ്റെ സന്തോഷം ലോകം മുഴുവൻ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക്. ആശുപത്രിവാസത്തിൻ്റെ മടുപ്പിൻ്റെ ദിനങ്ങൾ ശേഷം ശങ്കരൻ മാഷ് വീണ്ടും തൻ്റെ തറവാട്ടുമുറ്റത്തേക്ക് കാലുകുത്തി. വീടെന്നാകെ ഒരു ആഘോഷത്തിൻ്റെ ലഹരിയായിരുന്നു. വീട്ടിൽ നടക്കാൻ പോകുന്ന നിശ്ചയത്തിൻ്റെ തിരക്കുകളിലാണ് എല്ലാവരും. പുതിയ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ചർച്ചകളാണ് വീട് സജീവമായത്. എല്ലാവരും തങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ആ സന്തോഷങ്ങൾക്കിടയിൽ ഒരു മൂലയിൽ സിദ്ധാർത്ഥ മാത്രം മൗനത്തിലായി. വസ്ത്രം എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വീട്ടുകാർ സംസാരിച്ചപ്പോഴേക്കും തികഞ്ഞ വിമുഖതയോടെ അവൻ അത് നിരസിച്ചു. ആർക്കും അവനെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കാനും കഴിഞ്ഞതുമില്ല. ലക്ഷ്മിയമ്മ രുദ്രൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ച് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. രുദ്ര, നീ ഇത് കാണുന്നില്ലേ? ആ മുറിക്കുള്ളിൽ ചെന്ന് ഒന്ന് നോക്ക് നീ. സിദ്ധു അപ്പോഴും മുറിക്കുള്ളിൽ തന്നെയാണ്. ആരോടും ഒരക്ഷരം മിണ്ടുന്നില്ല. ഭക്ഷണം പോലും കഴിക്കാതെ അവൻ്റെ മുഖമാകെ ഒട്ടിപ്പോയി. ആ രൂപം കാണുമ്പോൾ തന്നെ എൻ്റെ നെഞ്ച് പൊട്ടുകയാണടാ. രുദ്രൻ മുഖം തിരുക്കാതെ തന്നെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കടുപ്പത്തിൽ അമ്മയോട് പറഞ്ഞു. അവൻ പക്വതയുള്ള പ്രായമുള്ള ഒരാളല്ല അമ്മേ. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ടാകും സങ്കടം തീർക്കാൻ. അത് കണ്ടിട്ട് നമ്മൾ അതൊന്നും മാറ്റിവെക്കേണ്ട.